സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രകാശമാനമായ ഒരധ്യായമായിരുന്നു ദണ്ഡി യാത്രയും ഉപ്പു സത്യാഗ്രഹവും. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം പ്രായേണ ചെറുപ്പമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ സമ്മേളനം സുപ്രധാനമായ 3 തീരുമാനങ്ങളെടുത്തു. ഒന്ന്, പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന് ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. രണ്ടാമതായി 1930 ജനുവരി 26 ദേശവ്യാപകമായി സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തേത്, നിസ്സഹകരണ സമരത്തിന് സമാനമായി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപകമായ ഒരു ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനും തീരുമാനിച്ചു. ഈ ദേശവ്യാപകമായ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള ചർച്ച രൂപപ്പെട്ടപ്പോൾ ഗാന്ധിജി ഒരാശയം മുന്നോട്ട് വെച്ചു. ഉപ്പിനെ സമരായുധമാക്കി ഒരു ദേശവ്യാപകമായ പ്രക്ഷോഭം. കോൺഗ്രസ് നേതാക്കൾ പലരും ആശങ്കാകുലരായിരുന്നു. ഉപ്പെങ്ങനെ ഒരു സമരായുധമാകും? ഇന്ത്യയുടെ മനസ്സും മനസാക്ഷിയും തൊട്ടറിഞ്ഞ ഗാന്ധിജിക്കറിയാമായിരുന്നു ഉപ്പിൻ്റെ പ്രാധാന്യം. പണ്ഡിതനും പാമരനും ഉപയോഗിക്കുന്ന, സമ്പന്നനും സാധാരണക്കാരനും ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന നിലയിൽ ഉപ്പിനെ സമരായുധമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ ഗാന്ധിജി നൽകി. ആവശ്യമായ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം 1930 മാർച്ച് മാസം 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 വോളണ്ടിയർമാരും ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചു. 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡിയിലേക്കുള്ള യാത്ര, 25 ദിവസം നീണ്ടുനിന്ന യാത്ര. ആ യാത്രയിൽ ഉടനീളം വലിയ സ്വീകരണമായിരുന്നു ഗാന്ധി ലഭിച്ചത്. 78 അനുയായികളുമായിട്ടാണ് യാത്ര തിരിച്ചതെങ്കിലും യാത്രയുടെ ഓരോ ഘട്ടത്തിലും ആയിരങ്ങൾ യാത്രയിൽ അണിചേർന്നു. ഓരോ ദിവസവും നടക്കുന്ന പൊതുയോഗങ്ങളിൽ ഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ച് മാത്രമായിരുന്നില്ല, ഖാദിയുടെ ഉപയോഗത്തെക്കുറിച്ച്, മദ്യവർജനത്തെക്കുറിച്ച്, ജാതി വ്യവസ്ഥയുടെ അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ശൈശവ വിവാഹത്തിനെതിരെ, ലളിത ജീവിതത്തിനു വേണ്ടി ഒക്കെയുള്ള വാദമോഹങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഗാന്ധിയുടെ പ്രഭാഷണങ്ങൾ. വലിയ അന്തർദേശീയ പ്രാധാന്യം ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് ലഭിച്ചു. സുദീർഘമായ ആ യാത്ര 1930 ഏപ്രിൽ മാസം 5 ഗുജറാത്തിലെ നവസാരി ജില്ലയിലെ ദണ്ഡി കടൽപ്പുറത്ത് അവസാനിച്ചു. ഗാന്ധി യാത്ര ആരംഭിക്കുമ്പോൾ ഇത് ചായക്കോട്ടയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച വിദേശ മാധ്യമങ്ങളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. 10,000ങ്ങളായിരുന്നു ഗാന്ധിയെ സ്വീകരിക്കുവാൻ ദണ്ഡി കടൽപ്പുറത്ത് എത്തിച്ചേർന്നത്. പിറ്റേ ദിവസം ഏപ്രിൽ 6 രാവിലെ 6:30 ഗാന്ധിയും അനുയായികളും സമുദ്രത്തിലിറങ്ങി സമുദ്ര സ്നാനം നടത്തി. ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഒരു പിടി ഉപ്പ് പരൽ വാരിയെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി മുട്ടി ചുരുട്ടിക്കൊണ്ട് ഗാന്ധിജി പറഞ്ഞു, നമ്മൾ ഉപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നു. ഈ ചുരുട്ടിയ മുഷ്ടിക്കുള്ളിൽ ഉപ്പ് പരലുകളാണ്. നിങ്ങൾക്ക് ഈ മുഷ്ടി തകർക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ഇതിലെ ഒരു തരിമ്പ് ഉപ്പ് പോലും നിങ്ങൾ കൈവശപ്പെടുത്താനാകില്ല. ആവേശകരമായ ഗാന്ധിയുടെ വാക്കുകൾ ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യയിലാകെ ആഞ്ഞടിച്ചു. 10,000ങ്ങൾ സർവ്വവും തിരിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങി. രാജ്യവ്യാപകമായ പ്രക്ഷോഭം. 10,000ങ്ങളെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് കണക്കിൽ പോലും 80,000 പേരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി എന്നാണ് പറയുന്നത്. അതിശക്തമായ പ്രക്ഷോഭത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബ്രിട്ടീഷുകാർ കഴിഞ്ഞില്ല. മെയ് മാസം 4 അർദ്ധരാത്രി ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത യർവാദ ജയിലിലാണ് അടച്ചത്. ഈ വാർത്ത ജനങ്ങൾ വലിയ പ്രതിഷേധത്തിന് കാരണമായി. പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിച്ചു. ഈ പ്രക്ഷോഭം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ബ്രിട്ടീഷുകാരെത്തി. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ഗാന്ധിയുമായി പലതവണ ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഒടുവിൽ 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടു. ഗാന്ധി ഇർവിൻ ഉടമ്പടി അനുസരിച്ച് ബ്രിട്ടീഷുകാർ 1895 ഉപ്പ് നിയമം പിൻവലിച്ചു. കോൺഗ്രസ് ഉപ്പ് സത്യാഗ്രഹം താൽക്കാലികമായി നിർത്തിവെച്ചു. തടവിലാക്കപ്പെട്ട മുഴുവൻ കോൺഗ്രസ്സുകാരും മോചിതരായി. ഉപ്പ് സത്യാഗ്രഹം ഒരു ഭാഗ്യ വിജയം മാത്രമായിരുന്നു എങ്കിൽ പോലും പിൽക്കാല തലമുറയ്ക്ക് ആവേശകരമായ സ്വാതന്ത്ര്യ പ്രക്ഷോഭ രംഗത്തേക്ക് കടന്നു വരുവാൻ ഗാന്ധിയുടെ വാക്കും പ്രവൃത്തിയും കാരണമായി എന്നുള്ളത് ചരിത്രം നമ്മളോട് പിന്നീട് പറയുന്നു. ജയ് ഹിന്ദ്.